കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 7 യൂണിറ്റ് 2 ഇമാജിനേഷനിലെ ഫസ്റ്റ് ലെസണായ എ ഡോൾസ് ജേർണിയുടെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. Here is an anecdote about a girl and her doll. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു ചെറുകഥ. ആരെക്കുറിച്ച്? ഒരു പെൺകുട്ടിയും അവളുടെ ഡോളിനെ കുറിച്ചുള്ള പാവനെ കുറിച്ചുള്ള ഒരു ചെറുകഥയാണ് ഇവിടെ നമ്മൾ താഴെ വായിക്കാൻ പോകുന്നത്. അനെക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ചെറുകഥ അല്ലെങ്കിൽ ഒരു കെട്ടുകഥ. The German writer Franz Kafka plays an important role in it. അപ്പോൾ ഈ കഥയിൽ ഒരു ജർമ്മൻ എഴുത്തുകാരൻ ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഈ കഥ ആ ജർമ്മൻ എഴുത്തുകാരൻ്റെ ബയോഗ്രഫി ജീവചരിത്രം എഴുതിയ ബുക്കിലും വന്നിട്ടുണ്ട്. ഈ കഥയുടെ പേര് എ ഡോൾസ് ജേർണി എന്നാണ്, ഒരു പാവയുടെ യാത്ര. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഒരു ശനിയാഴ്ച ഉച്ച സമയത്ത് കഫ്ക ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. പാർക്ക് എവിടെയാണ്? ബെർലിൻ എന്ന പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അങ്ങനെ അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ പെൺകുട്ടി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവൾ കരയായിരുന്നു. എന്താണ് കാരണം? അവളുടെ ഒരു വളരെ ഫേവററ്റ് പ്രിയപ്പെട്ട ഒരു ഡോള് പാവ നഷ്ടപ്പെട്ടു പോയി, ലോസ്റ്റ്. കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അങ്ങനെ കാഫ്ക ഇദ്ദേഹം എന്ത് ചെയ്തു? ആ കുട്ടീൻ്റെ കൂടെ ആ ഡോളിനെ തിരയാനായിട്ട് കൂടി. പക്ഷേ അൺസക്സസ്ഫുൾ ആയിരുന്നു, കിട്ടിയില്ല. ഹി കൺസോൾഡ് ഹെർ. അദ്ദേഹം അവളെ സമാധാനിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടീനോട് ഒരു സത്യം ചെയ്തു. എന്താ ചെയ്തത്? നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസവും ഈ പാവനെ നോക്കാനായിട്ട് ഞാനും നിന്റെ കൂടെ കൂടും. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അടുത്ത ദിവസം വൈകുന്നേരം അവര് ആ പാർക്കിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. ഇവിടെ നിങ്ങൾ ബെർലിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടില്ലേ? അത് ജർമ്മനി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തലസ്ഥാനമാണ് ഈ ബെർലിൻ. ഇത് ജനസംഖ്യയിലും വലുപ്പത്തിലും വിസ്താരത്തിലും ഏരിയ വൈസ് വലിയ സിറ്റിയാണ്. ഞാൻ മുന്നോട്ട് വായിക്കാം. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം Kafka pretended that he had found a letter under a bench in the park. അങ്ങനെ അടുത്ത ദിവസം ഇവർ കണ്ടുമുട്ടിയല്ലോ, പിന്നെ അവർ വീണ്ടും തിരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം തിരഞ്ഞ ശേഷം ഈ കാഫ്ക എന്ന് പറഞ്ഞ ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടുത്തെ ഒരു ബെഞ്ച്, അതായത് ഈ പാർക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ബെഞ്ചിനെ കണ്ടില്ല, ആ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. അങ്ങനെ ആ ലെറ്റർ ഈ കുട്ടിക്ക് കൊടുത്തു. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ which was meant to be from the doll. അങ്ങനെ ഈ ലെറ്റർ ആക്ച്വലി ഈ കാഫ്ക എന്ന് പറഞ്ഞ ആള് എഴുതി കൊണ്ടുവന്ന് അവിടെ ഇട്ടതാണ്. എന്നിട്ട് ഒരു അഭിനയിച്ചതാണ് ഈ കുട്ടീൻ്റെ മുമ്പിൽ. അങ്ങനെ ഡോള് കൊണ്ട് എഴുതിയിട്ട് പോയ ലെറ്റർ പോലെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഡോണ്ട് വറി അബൌട്ട് മീ ദ ലെറ്റർ സെറ്റ്. ആ ലെറ്ററിൽ എന്താ എഴുതിയത്? എന്നെ കുറിച്ച് നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ്. ഞാനൊരു ലോകം ചുറ്റി ഒരു ട്രിപ്പ് പോയതാണ്. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. അത് വളരെ ആവേശമുണർത്തുന്ന ഒന്നാണ് ഈ ട്രിപ്പ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ദിവസവും അങ്ങനെ കത്തുകൾ ഡോളിൻ്റെ അടുത്ത് കിട്ടാൻ തുടങ്ങി. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വെഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അങ്ങനെ ആ ഡോൾ എന്തൊക്കെ എഴുതി? അവളുടെ സാഹസങ്ങൾ, ഓരോ സ്ഥലത്ത് പോയി കാണുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് എഴുതാൻ തുടങ്ങി. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അങ്ങനെ കത്ത് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായി. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം. അങ്ങനെ കുറേ ദിവസങ്ങളിലേക്ക് ഇത് തുടർന്നു. ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ് ബൈ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും കാഫ്ക ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? ഈ കുട്ടിക്ക് മൂകത വരാൻ തുടങ്ങി. ഒരു മനസ്സിനൊരു വല്ലാതെ വിഷമം. ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ദുഃഖം അങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അങ്ങനെ അവൾക്ക് ആ ഡോൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരാൻ തുടങ്ങി.
ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ അങ്ങനെ കാഫ്കക്കും ഒരു തോന്നി തുടങ്ങി, ഈ ലെറ്റേഴ്സ് ഇങ്ങനെ ഒരു അവസാനമില്ലാതെ എങ്ങനെയാണ് എഴുതുക, എത്ര ദിവസം എന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതുക എന്നൊക്കെ കാഫ്കക്കും തോന്നാൻ തുടങ്ങി. ഫൈനലി ഹി ഫൗണ്ട് ഔട്ട് എ വേ. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗേള് ഇവിടെ വളരെ മൂകമായിട്ട് ഈ ഡോളിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ആ ദുഃഖം അപ്പോഴും ഉണ്ട്. There were no letters for some days. അങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു ലെറ്ററും വന്നില്ല, ഒരു എഴുത്തും വന്നില്ല. Then one day, പിന്നീട് ഒരു ദിവസം സംഭവിച്ചു. കാഫ്ക told the girl that the doll was engaged to be married. അങ്ങനെ ഒരു ദിവസം കാഫ്ക കുട്ടീനോട് എന്താ പറഞ്ഞറിയോ? ഈ ഡോള് കല്യാണം കഴിക്കാൻ പോവാണ്. He had met her while on a trip to another part of the country. അങ്ങനെ ഈ ജർമ്മനിയിൽ മറ്റൊരു ഭാഗത്തേക്ക് പോയ സമയത്ത് അവിടെ വെച്ചാണ് ഈ ഡോളിനെ കാഫ്ക കണ്ടത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അങ്ങനെ കാഫ്ക മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരനെ കാഫ്കക്ക് എന്ത് ചെയ്ത് കൊടുത്തു? ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. ഈ ഡോളിന് വളരെ വിഷമമുണ്ട് ഈ കുറച്ച് ദിവസത്തേക്ക് ലെറ്റേഴ്സ് ഒന്നും എഴുതാൻ സാധിക്കാഞ്ഞത്. She promised that she would be writing as soon as the preparation for the wedding were over. അങ്ങനെ ഡോൾ ഒരു കാര്യം പ്രോമിസ് ചെയ്തു. എന്ത് പറഞ്ഞു? ഈ വെഡ്ഡിങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞാൻ കത്ത് വീണ്ടും എഴുതി തുടങ്ങും. The girl was happy to hear from the doll. ഈ ഡോളിൻ്റെ അടുത്ത് ഈ വിവരം കേട്ടപ്പോൾ ഈ കുട്ടിക്ക് വളരെ സന്തോഷമായി. But she wondered when she would be able to see her again. പക്ഷെ ഒരു കാര്യം ഈ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്താണ്? വീണ്ടും ഈ ഡോളിനെ എപ്പോഴാണ് കാണാൻ സാധിക്കുക? ഓക്കെ സ്റ്റുഡൻസ്, എ ഡോൾസ് ജേർണി എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. യുവർ ക്ലാസ് റൂം at 2310.